നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലെൻസുകളുടെ കേസിലുള്ള ചില ടേമുകളാണ്. നമുക്ക് ഇനിയുള്ള ഡെറിവേഷനുകളിലൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ചില ടേമുകൾ. അതിലാദ്യത്തേത് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ ലെൻസ്. ഈ ടേമുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിന് രണ്ട് സ്ഫെറിക്കൽ സർഫസുകളുണ്ട്. ഒന്ന് ഇടതുവശത്തെ സർഫസ്, മറ്റൊന്ന് വലത്തുവശത്തെ സർഫസ്. കഴിഞ്ഞ ഡെറിവേഷനുകളിൽ നമ്മൾ ഇടതുവശത്തെ സർഫസിനെ എക്സ് സി വൈ എന്നും വലത്തുവശത്തെ സർഫസിനെ എക്സ് സി ഡാഷ് വൈ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എക്സ് സി വൈ എന്ന് പറയുന്ന സർഫസിനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒരു സ്ഫിയർ കിട്ടും. ആ സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ട്, അത് ഇവിടെ വരും, ഈ ഭാഗത്തായിട്ട് വരും. ആ സെൻറ്റർ നമുക്ക് O1 എന്ന് വിളിക്കാം. അതേപോലെ എക്സ് സി ഡാഷ് വൈ എന്ന് പറയുന്ന വലത്തുവശത്തെ സർഫസിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇടത്തുവശത്തേക്ക് കിടക്കുന്ന ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഫിയർ കിട്ടും. ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് ഇപ്പുറത്ത് വരും, അതിനെ O2 എന്നും വിളിക്കാം. ഈ രണ്ട് സെൻറ്റേഴ്സും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ്, രണ്ട് വശങ്ങളുടെയും സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇപ്പോൾ ലെൻസുകൾക്ക് ഡബിൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഉണ്ട്, ഒന്ന് വലത്തുവശത്തും ഒന്ന് ഇടത്തുവശത്തും. ആ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി ലെൻസ് എന്ന് വിളിക്കുന്നത്. ലെൻസുകളുമായി ബന്ധപ്പെട്ട അടുത്ത ടേം ഓപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ലെൻസ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലെൻസിൻ്റെ ഇടത്തുവശത്തെ സർഫസിലേക്ക് ചരിഞ്ഞ് പതിക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ് വരയ്ക്കാം. ചരിഞ്ഞ് പതിക്കുക എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചരിവുള്ള ഒരു റേ ഓഫ് ലൈറ്റ് വരയ്ക്കാം. അത് റെയറിൽ നിന്നും ഡെൻസർ മീഡിയം, പുറത്ത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ് ഡെൻസർ ദെൻ എയർ ആണ്. അതുകൊണ്ട് റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. ആ കേസിൽ ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. എന്നിട്ട് അത് ഇതിൻ്റെ പുറത്ത് ഇനി പുറത്തേക്ക് പോകുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ അത് മറ്റൊരു ദിശയിൽ റിഫ്രാക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ കേസിൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് 1 ആണ്, റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് 2 ആണ്. ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും ഈ കേസിൽ പരസ്പരം പാരലൽ അല്ല. ഈ റേക്ക് പാരലായിട്ടല്ല ഇയാൾ പുറത്തേക്ക് പോകുന്നത്, വേറൊരു ചരിവിലാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ലെൻസിൻ്റെ ഇടതുവശത്ത് പ്രിൻസിപ്പൽ ആക്സിസുമായി ചരിഞ്ഞ് സഞ്ചരിക്കുന്ന ഏതൊരു റേ ഓഫ് ലൈറ്റും ഇതേപോലെ ലെൻസിൻ്റെ മറ്റേ വശത്തു കൂടി പുറത്തേക്ക് പോകുന്ന സമയത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും പരസ്പരം പാരലൽ ആയിരിക്കില്ല. അപ്പോൾ ആ റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലത്തെ ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ടാണ് ലെൻസിനുള്ളിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ പ്രിൻസിപ്പൽ ആക്സിസുമായി ചരിഞ്ഞ് സഞ്ചരിക്കുന്ന റേ ഓഫ് ലൈറ്റ് ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം, ഇതാണ് ആദ്യത്തെ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ റേ ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്തുള്ള ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ കടന്നു പോകുന്ന സമയത്ത്, ഞാൻ ആ പർട്ടിക്കുലർ പോയിന്റാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് ഉള്ളിലേക്ക് സഞ്ചരിച്ച റേ ഓഫ് ലൈറ്റ് സഞ്ചരിക്കുമായിരുന്ന ദിശയാണ് ഈ വരച്ചിരിക്കുന്നത്. ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ സഞ്ചരിക്കുമായിരുന്ന ദിശയാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ റേ ഓഫ് ലൈറ്റ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ കേസിൽ ഒറിജിനൽ ഇൻസിഡന്റ് റേയും ഫൈനൽ എമർജന്റ് റേയും പരസ്പരം പാരലൽ ആയിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ലൈനും പരസ്പരം പാരലൽ ആയിട്ടാണുള്ളത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ പോയിന്റ് മാത്രമേ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലുള്ളൂ. അതായത് ഒറിജിനൽ ഇൻസിഡന്റ് റേയും ഫൈനൽ എമർജന്റ് റേയും പരസ്പരം പാരലായിട്ട് സഞ്ചരിക്കുന്ന ഒരേ ഒരു പോയിന്റ് മാത്രമേ പരസ്പരം പാരലായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ആ റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ എന്തായാലും ഫസ്റ്റ് റിഫ്രാക്ഷൻ ശേഷം കടന്നു പോയിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് ഓപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓപ്റ്റിക്കൽ സെന്ററിലൂടെ കടന്നു പോകുന്ന രീതിയിൽ മറ്റൊരു റേ ഓഫ് ലൈറ്റ് ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം ഇങ്ങനെ കടന്നു പോകുന്ന വേറെ റേ ഓഫ് ലൈറ്റ് വരയ്ക്കാനിരിക്കാം. അത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ ചരിഞ്ഞിട്ടാണ് ലെൻസിലേക്ക് കടന്നത്. ഫസ്റ്റ് റിഫ്രാക്ഷൻ ശേഷം അതും ഈ പർട്ടിക്കുലർ പോയിന്റിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിൽ ഈ കേസിലെ ഇൻസിഡന്റ് റേ ഇതാണ് ഈ രണ്ടാമത്തെ കേസിലെ ഇൻസിഡന്റ് റേ ഈ ദിശയിലായിരുന്നു സഞ്ചരിക്കുമായിരുന്നത് ഈ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ. അതിന് പാരലായിട്ടുള്ള ദിശയിലായിരിക്കും ആ റേ ഓഫ് ലൈറ്റ് സെക്കൻഡ് റിഫ്രാക്ഷൻ ശേഷം ലെൻസിൽ നിന്നും പുറത്തേക്ക് വരുന്നത്.
ഈ റേ ഓഫ് ഈ ഡോട്ടഡ് ഡയറക്ഷനും ഈ വരച്ചിരിക്കുന്ന ഫൈനൽ എമർജൻ റേയും പരസ്പരം പാരലായിരിക്കും. അപ്പം ഈ ഡയറക്ഷന് പാരലാണ് ആ റേ ഓഫ് ലൈറ്റിൻ്റെ ഫൈനൽ എമർജൻ റേ. അത് ഈ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് റേ ഇതാണ്. അത് സഞ്ചരിക്കുമായിരുന്ന ദിശയ്ക്ക് പാരലായിട്ടാണ് ആ റേ റിഫ്രാക്ഷൻ ശേഷം ലെൻസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇത്തരം ഒരു പോയിന്റിനെയാണ്, ഇതൊരു യുണീക്ക് പോയിന്റാണ്, ഈ യുണീക്ക് പോയിന്റിനെയാണ് ഒരു ലെൻസിൻ്റെ കേസിലുള്ള ഓപ്റ്റിക്കൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം റേ ഓഫ് ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ, ഇതേപോലെ കടന്നു പോവുകയാണെങ്കിൽ ആ കേസിൽ മാത്രം ഒറിജിനൽ ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും പരസ്പരം പാരലലായിരിക്കും. ഇനി ഇത് കുറച്ച് തിക്നെസ് കൂടിയ ഒരു ലെൻസാണ്. കുറച്ചും കൂടെ തിക്നെസ് കുറഞ്ഞ ഒരു ലെൻസാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. ഇങ്ങനെയുള്ള ഒരു ലെൻസാണ് എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സ് വരച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റേഴ്സോ കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഈ ലെൻസിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പാരലായിട്ടൊരു ദിശ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഈ ഒറിജിനൽ ഇൻസിഡൻറ്റ് റേ പോകുമായിരുന്ന ദിശയ്ക്ക് പാരലായിട്ടാണ് ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ഫസ്റ്റ് റിഫ്രാക്ഷൻ ശേഷം കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് സഞ്ചരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ സഞ്ചരിക്കും. ഈ 2 ഡയഗ്രങ്ങൾ കൂടി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒറിജിനലായിട്ട് ഈ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒറിജിനലായിട്ട് ഇൻസിഡൻറ്റ് റേ സഞ്ചരിക്കുമായിരുന്ന ദിശയും അത് ഫൈനലായിട്ട് പുറത്തേക്ക് പോയ ദിശയും ഈ 2 കേസിലും പാരലലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കേസിലെയും റേസ് ഓഫ് ലൈറ്റ് അതാത് ലെൻസുകളുടെ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആദ്യത്തെ കേസിൽ ഒറിജിനൽ ഡയറക്ഷനും ഫൈനൽ റിഫ്രാക്ഷന് ശേഷമുള്ള ഡയറക്ഷനും സെയിം ആണെങ്കിലും ആ 2 പാത്തുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. D1 ആണ് ഡിഫറൻസ് ആയിരിക്കും. എന്നാൽ ഇവിടെയും ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും പരസ്പരം പാരലാണ് എന്ന് മാത്രമല്ല, ആ പാത്തുകളുടെ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ അവ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ചെറുതാണ്. ഈ ഡിഫറൻസ് D2 ചെറുതാണ് ഇതിനെ അപേക്ഷിച്ച്. എന്ന് വെച്ചാൽ ലെൻസുകളുടെ തിക്നെസ് കുറയുന്നതിനനുസരിച്ച് ഒറിജിനൽ ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, തമ്മിലുള്ള സെപ്പറേഷൻ പാരലാണ് അവ. പക്ഷേ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതായത് കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞൊരു ലെൻസാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇതേപോലെ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഫൈനലായിട്ട് പുറത്തു പോകുന്ന റേ ഓഫ് ലൈറ്റും ഒറിജിനലായിട്ട് അതിലേക്ക് പതിച്ച റേ ഓഫ് ലൈറ്റും പരസ്പരം പാരലലാണ് എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ആ പാതകൾ തമ്മിലുള്ള സെപ്പറേഷൻ D3 ആണെങ്കിൽ D3യുടെ വാല്യൂ വീണ്ടും കുറവ്. അപ്പോൾ ഇവിടെ D1 ആണ് ഏറ്റവും വലുത്, ഈ D1 ആണ് ഏറ്റവും വലുത്, അതിനേക്കാൾ കുറവാണ് കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞ ലെൻസിൽ അതേപോലത്തെ 2 റേസ് തമ്മിലുള്ള സെപ്പറേഷൻ അതിനേക്കാൾ കുറവാണ്. വീണ്ടും തിക്നെസ് കുറയുമ്പോൾ ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു അപ്രോക്സിമേഷൻ ആയിട്ട് വളരെ തിൻ ലെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇതേപോലത്തെ വളരെ തിൻ ലെൻസുകളാണ് നമ്മളുടെ ഡെറിവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ കേസുകളിൽ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് നമ്മൾ വരയ്ക്കുക. അതിൻ്റെ ഒറിജിനൽ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയാണ് ഒറിജിനൽ ഇൻസിഡൻറ്റ് റേ പതിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിത്തൗട്ട് എനി ഡീവിയേഷൻ അതേ പാതയിൽ കൂടി തന്നെ പുറത്തേക്ക് പോകുന്നതായിട്ട് വരയ്ക്കും. യഥാർത്ഥത്തിൽ അതേ പാതയിൽ കൂടി അല്ല പോകുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ഒറിജിനൽ പാത്ത്, ഇതാണ് ലെൻസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പാത്ത്. പക്ഷേ ഈ 2 പാത്തുകളും തമ്മിലുള്ള സെപ്പറേഷൻ ലെൻസിൻ്റെ തിക്നെസ് കുറയുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ആദ്യത്തെ ലെൻസ് നല്ല തിക്നെസ് ഉള്ളതായിരുന്നു, അപ്പോൾ ഒറിജിനൽ ഇൻസിഡൻറ്റ് റേയും ഫൈനൽ എമർജൻറ്റ് റേയും തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലായിരുന്നു. പരസ്പരം പാരലലാണ് അവയെങ്കിൽ പോലും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ സെപ്പറേഷൻ കുറഞ്ഞു, ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും കുറഞ്ഞു. അതായത് വളരെ തിൻ ലെൻസുകളാണ് എടുക്കുന്നതെങ്കിൽ ഒറിജിനൽ ഇൻസിഡൻറ്റ് റേയും പുറത്തേക്ക് പോകുന്ന ഫൈനൽ എമർജൻറ്റ് റേയും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ വരയ്ക്കും. അത് ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണെങ്കിൽ. സോ എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഹെഡിങ് ടുവേർഡ്സ് ഓപ്റ്റിക്കൽ സെൻറ്റർ വിൽ ബി ഡ്രോൺ ടു ട്രാവൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ ഓഫ് പാത്ത്. ഇനി മുതൽ അടുത്ത ഡെറിവേഷനുകളിൽ അങ്ങനെയായിരിക്കും വരയ്ക്കുക. ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് ഡീവിയേഷൻ ഒന്നും കൂടാതെ തന്നെ സഞ്ചരിക്കുന്നതായിട്ടാണ് ഇനിയുള്ള ഡെറിവേഷനുകളിൽ നമ്മൾ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ് എന്താണ് എന്നുള്ളതാണ്. 2 തരം ലെൻസുകൾ ഉണ്ടെന്ന് ചെറിയ ക്ലാസ് തൊട്ട് നമുക്കറിയാം, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഈ വരച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസാണ്. കോൺകേവ് ലെൻസ് നമ്മൾ വരയ്ക്കുക ഇങ്ങനെയാണ്. നടുവശം മിഡിൽ പോർഷൻസ് മെലിഞ്ഞതും അരികുകൾ തടിച്ചതുമായ ലെൻസുകളെയാണ് കോൺകേവ് ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്, ഒരു കോൺകേവ് ലെൻസും ഉണ്ട്. നമ്മൾ ആദ്യം കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കുകയാണ്.
ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ആദ്യത്തെ റിഫ്രാക്ഷന് ശേഷം ഒന്ന് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും, അടുത്തത് ഡെൻസറിന് റെയറിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഒന്നുകൂടി ബെൻഡ് ചെയ്യും, എന്നിട്ട് അത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ കടന്നു പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന ഏതൊരു റേ ഓഫ് ലൈറ്റും ഈ രൂപത്തിലാണ് സഞ്ചരിക്കുക. അത് ആദ്യം ഡെൻസർ മീഡിയത്തിൽ ഒന്ന് റിഫ്രാക്ഷൻ വിധേയമാവും, റെയർ എന്ന ഡെൻസറിലേക്ക് അടുക്കുമ്പോൾ ഒന്ന് റിഫ്രാക്ഷൻ വിധേയമാവും, പിന്നെ അതിനുശേഷം വീണ്ടും പുറത്തേക്ക് അടുക്കുമ്പോൾ അടുത്ത റിഫ്രാക്ഷൻ കൂടി വിധേയമാകും. അങ്ങനെ റിഫ്രാക്ഷന് ശേഷം ഇത്തരം റേസ് ഓഫ് ലൈറ്റ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകും. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഈ പർട്ടിക്കുലർ പോയിന്റിനെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഈ ലെൻസിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്റർ എങ്കിൽ ഓപ്റ്റിക്കൽ സെൻറ്റർ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അത് ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് വലത്തോട്ടാണ് അളക്കുന്നത്. എല്ലാ ലെൻസിൻ്റെ കേസിൽ എല്ലാ മെഷർമെൻറ്റുകളും വലത്തോട്ടാണ്, ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് വലത്തോട്ട് എടുക്കുന്നതായതുകൊണ്ട് ഈ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് പോസിറ്റീവാണ്. ഇനി ഇതേ സിറ്റുവേഷൻ നമ്മളൊരു കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായി പതിക്കുന്ന റേസ് ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം എന്താണ് ചെയ്യുക എന്നുള്ളത്, കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഒരു ഡയഗ്രാം വരച്ചത്. കോൺവെക്സ് ലെൻസിലേക്ക് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് പതിച്ചു. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ്, ലെൻസ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയെന്നിരിക്കുക, ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ റിഫ്രാക്ഷൻ നോർമലിൽ നിന്ന് അകലേക്കാണ് നോർമലിൻ്റെ അടുത്തേക്കാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈ സർഫസിലേക്ക് ഒരു നോർമൽ വരച്ചു, അത് ആ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നോർമലിൻ്റെ അടുത്തേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്, എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, ഈ ഡയറക്ഷനിലാണ് ബെൻഡ് ചെയ്യുക, നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. ഇനി ഇവിടെ വെച്ച് ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ റിഫ്രാക്ഷൻ സംഭവിക്കും. അത് വരയ്ക്കാനായിട്ട് ഈ സ്ഫെറിക്കൽ സർഫസിലേക്ക് നമ്മൾ നോർമൽ വരയ്ക്കുക. അത് ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ കേസിൽ രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ കേസിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഇതാണ്. ഇനി ഈ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് കടക്കുന്നതുകൊണ്ട് ലൈറ്റ് നോർമലിൽ നിന്നും അകലേക്കാണ് അടുത്ത റിഫ്രാക്ഷനിൽ ബെൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ലൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് ബെൻഡ്, കുറച്ചും കൂടെ ഇപ്പോഴാണ് ഈ റേ ഓഫ് ലൈറ്റ് നോർമലിൽ നിന്നും അകലേക്ക് ബെൻഡ് ചെയ്തത്. ഓക്കെ, ഒരു ഒബ്സർവർ ഇപ്പുറത്ത് നിന്നിട്ട് ഈ കണ്ണിലേക്ക് വരുന്ന ഈ റേസ് ഓഫ് ലൈറ്റിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒബ്സർവറുടെ കണ്ണാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഇത് ഒരു ഒബ്സർവറുടെ കണ്ണ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒബ്സർവർക്ക് ഈ റേ ഓഫ് ലൈറ്റ് എവിടെ നിന്ന് വരുന്നതായിട്ടാണ് തോന്നുക. ഇത് ഇങ്ങനത്തെ സിറ്റുവേഷനുകൾ മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒബ്സർവർക്ക് ഈ റേ ഓഫ് ലൈറ്റ് അയാളുടെ കണ്ണിലേക്ക്, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഏത് ദിശയിലാണോ വരച്ചത് ആ ദിശയിൽ എവിടെയോ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ആ ദിശയിൽ ഈ ഡോട്ടർ ലൈനിൻ്റെ മുകളിൽ എവിടെ നിന്നോ ആണ് ഈ റേ ഓഫ് ലൈറ്റ് കണ്ണിലേക്ക് വരുന്നത് എന്നുള്ള ഫീലിംഗ് ആണ് ഉണ്ടാവുക. അത് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് പറയാം. ഈ ഡോട്ടർ ലൈനിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ആവാം, നമ്മൾ ഒരു റേ ഓഫ് ലൈറ്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ എങ്കിൽ. പക്ഷേ അതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഒന്നിലധികം റേസ് ഓഫ് ലൈറ്റ് ഇതേപോലെ കണ്ണിലേക്ക് പതിക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത് റേ ഓഫ് ലൈറ്റ് കൂടി ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം നോർമലിൽ നിന്ന് അകലേക്ക് ബെൻഡ് ചെയ്യും. നോർമലൊക്കെ വരച്ചാൽ നമുക്കത് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്കറിയാം ഇങ്ങനെ മുകളിലേക്ക് ബെൻഡ് ചെയ്ത മാതിരി ഇവിടെ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യും. അതിനുശേഷം അത് വീണ്ടും ഇരുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ രൂപം ഒന്ന് നോർമലിന് അകലേക്ക് ബെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട്. ഇപ്പോൾ ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റും പരസ്പരം അകലുന്ന രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഈ റേ ഓഫ് ലൈറ്റ് ഇയാളുടെ കണ്ണ് പതിക്കുന്ന സമയത്ത് അത് എവിടുന്ന് വരുന്നതായിട്ട് തോന്നുന്നു വെച്ചാൽ അതിൻ്റെ പിന്നോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ പിന്നോട്ട് നീട്ടി വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ കിട്ടും. ഈ ലൈനിൻ്റെ മുകളിൽ എവിടുന്നോ ആണ് ഇപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് ഈ റേ ഓഫ് ലൈറ്റ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് വരുന്നത് എന്നുള്ള തോന്നലാണ് ആ ഒബ്സർവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റിനും കോമൺ ആയിട്ടൊരു പോയിന്റ് ഓഫ് ഒറിജിൻ ഉള്ള ഒരു ഫീലിംഗ് ഇദ്ദേഹത്തിന് കിട്ടും. അത് ഇതാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും പരസ്പരം അകന്ന് സഞ്ചരിച്ച് കണ്ണിൽ പതിക്കുന്നതായിട്ട് തോന്നും. ഈ പർട്ടിക്കുലർ പോയിന്റിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്റർ ഇതാണെങ്കിൽ ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഇടത്തോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ്
ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് അത് ഓപ്റ്റിക്കൽ സെൻറ്ററിന് ഇടത്തോട്ട് അളക്കുന്നതായതുകൊണ്ട്, ഒറിജിനിൽ നിന്ന് ഇടത്തോട്ട് അളക്കുന്നതായതുകൊണ്ട് അതിൻ്റെ സൈൻ നെഗറ്റീവാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും. ഈ ഒരു പാരലായിട്ട് ലെൻസിൽ പതിക്കുന്ന റേസ് ഓഫ് ലൈറ്റിനെല്ലാം, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലെൻസിൽ പതിക്കുന്ന റേസ് ഓഫ് ലൈറ്റിനെല്ലാം ഒരു കോൺവെക്സ് ലെൻസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അടുപ്പിക്കുന്നതുകൊണ്ട്, പരസ്പരം അടുപ്പിക്കുന്നതുകൊണ്ട്, കൺവേർജ് ചെയ്യിക്കുന്നതുകൊണ്ട് ഇതിനെ കൺവേർജിങ് ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട്. അത് ഡൈവേർജ് ചെയ്യിക്കുക ചെയ്യുന്ന റേസ് ഓഫ് ലൈറ്റിനെല്ലാം പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് സഞ്ചരിച്ചിരുന്ന റേസ് ഓഫ് ലൈറ്റിനെല്ലാം ഈ മിറർ ലെൻസ് അതിനുള്ളിലൂടെ കടത്തി വിട്ടിട്ട് പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈവേർജൻസ് കാണിക്കുന്ന ഒരു ലെൻസാണ് കോൺകേവ് ലെൻസ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡൈവേർജിങ് ലെൻസ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലെൻസ് ഇമേജ് ഫോർമേഷൻ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു കോൺവെക്സ് ലെൻസ് ഫോമിങ് റിയൽ ഇമേജിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓപ്റ്റിക്കൽ സെൻറ്റർ ബി ആണ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഇടത്ത് വശത്തായിട്ട് OA എന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഈ ലെൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റേ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ടിപ്പ് ഓഫ് ദി ഓബ്ജക്റ്റ് എ, അതിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ് എടുക്കുക. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന റേ ഓഫ് ലൈറ്റ് എടുക്കുക. ഇത് ആദ്യത്തെ റിഫ്രാക്ഷൻ ശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്യും, അടുത്ത റിഫ്രാക്ഷൻ ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ബെൻഡ് ചെയ്യും. പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി ഒരു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം മറ്റേ വശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇതാണ് ഈ ലെൻസിൻ്റെ വലത്തുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതേപോലെ ഇടത്തുവശത്തും ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. ഈ ലെൻസിന് ഈ വശത്തും ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്, F' ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിശയിലാണ് ഫൈനൽ എമർജന്റ് റേ പുറത്തേക്ക് പോകുന്നത്. നമ്മളിവിടെ യഥാർത്ഥത്തിൽ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന കാര്യം രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് റിഫ്രാക്ഷൻ, ഇതാണ് ആദ്യത്തെ ബെൻഡിങ്, ഇവിടെയാണ് രണ്ടാമത്തെ ബെൻഡിങ്. പക്ഷേ ഡെറിവേഷനുകളൊക്കെ നടത്താൻ എളുപ്പം ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ബെൻഡിങ് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വളഞ്ഞതെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരെ നീട്ടി വരയ്ക്കുക, ലെൻസിൻ്റെ ഉള്ളിൽ ഇവിടെ വരെ നീട്ടി വരയ്ക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് ഈ ദിശയിലും വരയ്ക്കുക. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ കൃത്രിമത്വം കാണിച്ചിട്ടുള്ളൂ. ഉള്ളിലേക്ക് പതിക്കുന്ന സ്ഥലത്തും ഫൈനലായിട്ട് പുറത്തേക്ക് പോകുന്ന സ്ഥലത്തും കൃത്രിമത്വങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ചെറിയൊരു കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്, അത് ഡെറിവേഷനുകളുടെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഒറ്റ റേ ഓഫ് ലൈറ്റ് മാത്രം വരച്ചാൽ നമുക്ക് ഇമേജിൻ്റെ സ്ഥാനം തീരുമാനിക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 റേസ് ഓഫ് ലൈറ്റ് എങ്കിലും വരയ്ക്കണം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് ആയിട്ട് വരയ്ക്കുന്നത് ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ്. ഒരു തിൻ ലെൻസിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് നമ്മൾ ഇനി മുതൽ വരയ്ക്കുമ്പോൾ ഡീവിയേഷൻ ഒന്നും കൂടാതെയാണ് വരയ്ക്കുക എന്ന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്റ്റിക്കൽ സെൻറ്ററിന് നേരെ പോകുന്ന റേ ഓഫ് ലൈറ്റ് ആണ് ഈ വരയ്ക്കുന്നത്. ആൻഡ് ദാറ്റ് റേ ഓഫ് ലൈറ്റ് പാസസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ, പാതയ്ക്ക് വ്യത്യാസമൊന്നും വരാതെ തന്നെ അത് പ്രൊസീഡ് ചെയ്യുന്നു. ഒരു അപ്രോക്സിമേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ട്, പക്ഷേ ലെൻസ് വളരെ തിന്നാണെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ്. അപ്പോൾ ആദ്യത്തെ റേ ഓഫ് ലൈറ്റ് കുറച്ചും കൂടി നീട്ടി വരയ്ക്കുക. ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് വരച്ചിരിക്കുന്നത്. ഈ 2 റേസ് ഓഫ് ലൈറ്റും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഈ പോയിന്റാണ്. ഇവിടെ ആയിരിക്കും ടിപ്പ് ഓഫ് ദി ഇമേജിൽ നിന്നും വരുന്ന ഇൻഫോർമേഷൻ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. ഇതേപോലെ ടിപ്പ് ഓഫ് ദി ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന വേറെയും റേസ് ഓഫ് ലൈറ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. റിഫ്രാക്ഷന് ശേഷം അവയെല്ലാം വ്യത്യസ്ത ദിശകളിലൂടെ സഞ്ചരിച്ച് ഈ പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടും. അതുകൊണ്ട് ഈ പോയിന്റാണ് ടിപ്പ് ഓഫ് ദി ഓബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സ്ഥാനം. എന്നുവെച്ചാൽ എയുടെ ഇമേജ് ഉണ്ടാവുക ഈ പോയിന്റിലാണ്. ചില കേസിൽ നമുക്ക് ഒരു റേ ഓഫ് ലൈറ്റ് കൂടി വരയ്ക്കേണ്ടി വരും ഡെറിവേഷനുകളുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ലെൻസിൽ പതിക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ്, ടിപ്പിൽ നിന്ന് തുടങ്ങി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ലെൻസിൽ പതിക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ്. അപ്പോൾ അത്രയും ഒരു റേ ഓഫ് ലൈറ്റ് ആണ് ഇനി വരയ്ക്കുന്നത്. ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ റേ ഓഫ് ലൈറ്റ് 1, 2, മൂന്നാമത്തെ റേ ഓഫ് ലൈറ്റ് അത് സഞ്ചരിക്കുന്നത് ഇടതുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ്. ഇടതുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ സഞ്ചരിച്ച് ലെൻസിൽ പതിക്കുന്നു. ലെൻസിൽ പതിച്ച ശേഷം
ഇങ്ങനെ ലെൻസ് പതിക്കുന്നു. ലെൻസിൽ പതിച്ച ശേഷം അത് എങ്ങനെ സഞ്ചരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ട്രാവൽസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് റിഫ്രാക്ഷന് ശേഷം കടന്നു പോകാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവേഴ്സിബിലിറ്റി, അതിൽ പ്രിൻസിപ്പൽ റിവേഴ്സിബിലിറ്റി അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ലെൻസിൽ പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ടാണ് കടന്നു പോകുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ടാണ് കടന്നു. എന്ന് വെച്ചാൽ ഈ റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് ഇങ്ങനെ കടന്നു. അപ്പോൾ ഈ 3 റേസ് ഓഫ് ലൈറ്റും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് ഇതാണ്. അപ്പോൾ അതിന് ആണ് നമ്മൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഓഫ് ദ ടിപ്പ് ഓഫ് ദി ഓബ്ജക്റ്റ്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേസ് ഓഫ് ലൈറ്റ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലായതുകൊണ്ട് ഇവിടെയാണ് ടിപ്പ് ഓഫ് ദി ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാവുക. അതായത് എയുടെ ഇമേജ് ഇവിടെയാണ് ഉണ്ടാവുക. ഇനി ഇതേപോലെ ഇതിൻ്റെ താഴെ കിടക്കുന്ന എയുടെ താഴെ കിടക്കുന്ന ഒരു പോയിന്റിൽ നിന്നും ഇതേപോലെ 2 അല്ലെങ്കിൽ 3 റേസ് ഓഫ് ലൈറ്റോ വരച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷന് ശേഷം അവയെല്ലാം കൂടെ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഇനി വരയ്ക്കുന്നില്ല, കോംപ്ലിക്കേഷൻ കൂടും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഈ ഓബ്ജക്റ്റിലെ ഓരോ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 2 അല്ലെങ്കിൽ 3 റേസ് ഓഫ് ലൈറ്റ് വരച്ചു കഴിഞ്ഞാൽ അവയെല്ലാം ഇങ്ങനെ വ്യത്യസ്ത പോയിന്റുകളിലായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അവയെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടും. ആൻഡ് ദെയർഫോർ ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. ഇവയെല്ലാം കൂടെ കൂട്ടി വരച്ചാൽ ഇങ്ങനെയാണ് ഇമേജ് കിട്ടുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ കേസിൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ്, IM എന്ന് പറഞ്ഞ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇനിയുള്ള ഡെറിവേഷനുകളിൽ ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചിരിക്കുന്ന 2 അല്ലെങ്കിൽ 3 റേസ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ ഇവിടെയും നമ്മളൊരു ചെറിയ കൃത്രിമത്വം കാണിക്കുകയാണ്. ഈ റേ ഓഫ് ലൈറ്റ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ബെൻഡിങ് ഇവിടെ നടന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഇവിടെയാണ് നടന്നത്. അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന ഒറ്റ ഇഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇനി വരയ്ക്കേണ്ടി വരികയാണെങ്കിൽ വരയ്ക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല വളഞ്ഞത്, ഉള്ളിൽ കയറിയിട്ടല്ല വളയുന്നത്, ഉള്ളിൽ കയറുമ്പോൾ തന്നെ വളയുന്നുണ്ട്. പക്ഷേ ആ 2 ഇഫക്റ്റും കൂടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനും മാറ്റം വരുത്തിയിട്ടില്ല, ഇതിനും മാറ്റം വരുത്തിയിട്ടില്ല. ഉള്ളിലുള്ളൊരു മാറ്റം ചെറുതായിട്ട് വരുത്തിയിട്ടുണ്ട്. അത് ട്രയാങ്കിളൊക്കെ വരയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അടുത്ത ഡെറിവേഷനുകളിൽ അത് എന്തിനാ ചെയ്തതെന്നുള്ള കാര്യം ക്ലിയർ ആവും. ഓക്കെ, നമ്മളിനി ലെൻസുകളുടെ കേസിലുള്ള ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവാണ്. തിൻ ലെൻസ് ഫോർമുല എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ഡയഗ്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഒരു കോൺവെക്സ് ലെൻസ്, അതിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്റർ, അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നവയാണ്. കോൺവെക്സ് ലെൻസുകളുടെ കേസിൽ ഡിസ്റ്റൻസുകളെല്ലാം എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒറിജിൻ ഓഫ് മെഷർമെൻറ്റ് ഓപ്റ്റിക്കൽ സെൻറ്ററാണ്. ഓപ്റ്റിക്കൽ സെൻറ്ററിന് ഇടത്ത് വശത്ത് BO = U ഡിസ്റ്റൻസ് ദൂരത്തിലായിട്ട് ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും വലത്തുവശത്തായിട്ട് BI = V ദൂരത്തിൽ ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഇമേജ് റിയലാണെന്ന് പറയാൻ കാരണം ഈ ഇമേജിലെ ഓരോ പോയിന്റിലൂടെയും റേസ് ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം കടന്നു പോയിട്ടുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഓബ്ജക്റ്റിൻ്റെ ടിപ്പിൽ നിന്ന് പുറപ്പെടുന്ന 2 റേസ് ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ഈ പോയിന്റിലൂടെ, ഇമേജിൻ്റെ ടിപ്പ് വരച്ചിരിക്കുന്ന പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഈ കേസിൽ ട്രയാങ്കിൾ OAB നോക്കാം, അതേപോലെ ട്രയാങ്കിൾ IMB നോക്കാം. ഈ 2 ട്രയാങ്കിൾസിലെയും ഈ ഇൻറ്റേർണൽ ആംഗിൾ ഈക്വൽ ആണ്. ട്രയാങ്കിൾ IMBക്കകത്തുള്ള ഈ ആംഗിളും ഇൻറ്റേർണൽ ആംഗിളും ട്രയാങ്കിൾ OABക്കകത്തുള്ള ഈ ഇൻറ്റേർണൽ ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ ട്രയാങ്കിൾ IMBക്കകത്ത് ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, അതേപോലെ ട്രയാങ്കിൾ OABക്കകത്ത് ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. എന്നുവെച്ചാൽ 2 സെറ്റ് ആംഗിൾസ് വീതം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ OABയിലുള്ള ഈ മൂന്നാമത്തെ ആംഗിളും ട്രയാങ്കിൾ IMBയിലുള്ള ഈ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആണ്. ട്രയാങ്കിൾ OABയിലെയും ട്രയാങ്കിൾ IMBയിലെയും 3 ഇൻറ്റേർണൽ ആംഗിൾസും ഇപ്പം ഈക്വൽ ആണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രയാങ്കിൾ IMB ഈസ് സിമിലർ ടു ട്രയാങ്കിൾ OAB. ഈ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിളുകൾ ഒബേ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അവയുടെ കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ട്രയാങ്കിൾ IMBക്കകത്തുള്ള ഒരു
സൈഡാണ് ഐ എം. സോ ഐ എം ഡിവൈഡഡ് ബൈ ആ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ ഒ എ ബിയിലുള്ള ആംഗിളാണ് ഒ എ. സോ ഐ എം ഡിവൈഡഡ് ബൈ ഒ എ ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ഐ എം ബിയിലുള്ള മറ്റൊരു വശമാണ് ബി ഐ. ബി ഐ എന്ന് പറയുന്ന വശം ട്രയാങ്കിൾ ഐ എം ബിയിലെ ഒരു സൈഡാണ്. സോ ബി ഐ ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ ഒ എ ബിയിൽ വന്നിരിക്കുന്ന വശമാണ് ബി ഒ. ഇനി ബി ഐയുടെയും ബി ഒയുടെയും വാല്യൂസ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബി ഐ എന്ന് പറഞ്ഞാൽ വി ആണ്, ഇമേജിലേക്കുള്ള ദൂരമാണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ബി ഒ എന്ന് പറഞ്ഞാൽ യു ആണ്, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ബി ഐക്ക് പകരം വി എന്നും ബി ഒക്ക് പകരം യു എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഈ രണ്ട് ട്രയാങ്കിൾസ് കൂടാതെ മറ്റൊരു സെറ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് കൂടി ഈ ഡയഗ്രത്തിനകത്തുണ്ട്. ട്രയാങ്കിൾ ഐ എം എഫ് ആൻഡ് ട്രയാങ്കിൾ ബി ഡി എഫ്. ട്രയാങ്കിൾ ഐ എം എഫിനകത്തുള്ള ഈ ആംഗിളും ട്രയാങ്കിൾ ബി ഡി എഫിനകത്തുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഒരേ സ്ട്രേറ്റ് ലൈനുകൾക്കിടയിൽ വന്ന ആംഗിളാണ് അവ. അതേപോലെ ട്രയാങ്കിൾ ഐ എം എഫിനകത്ത് ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. ട്രയാങ്കിൾ ബി ഡി എഫിനകത്ത് ഇവിടെയും ഒരു 90 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ട്രയാങ്കിൾ ഐ എം എഫിനകത്തുള്ള ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ, ഈ കാണിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആംഗിളും ട്രയാങ്കിൾ ബി ഡി എഫിനകത്തുള്ള ബാക്കിയുള്ള ഈ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആണ്. ആൻഡ് ദെയർഫോർ ട്രയാങ്കിൾ ഐ എം ബി ആൻഡ് triangle IMF and triangle BDF are similar. Triangle IMF and triangle BDF ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അഗെയിൻ സിമിലർ ട്രയാങ്കിൾസിലെ കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ IMFനകത്തുള്ള ഒരു സൈഡാണ് IM. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ BDFനകത്തുള്ള ആംഗിളാണ് BD. സോ IM ഡിവൈഡഡ് ബൈ BD ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ IMFനകത്തുള്ള മറ്റൊരു സൈഡാണ് IF. IF ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ BDFനകത്ത് ഉള്ള IFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് BF. ഇനി IFന് പകരം ഇതാണ് IF. IFന് പകരം എന്താണ് കൊടുക്കാൻ പറ്റുക നോക്കാം. ഈ മൊത്തം ഡിസ്റ്റൻസ് V ആണ്. അതിൽ ഈ ദൂരം F ആണ്. ബാക്കിയുള്ള ഈ ദൂരമാണ് വേണ്ടത്. ബാക്കിയുള്ള ഈ ദൂരം ഡയഗ്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. IF ഈക്വൽ ടു മൊത്തം ദൂരത്തിൽ നിന്നും ഇത് കുറച്ചാൽ കിട്ടുന്നതാണ് ഈ ദൂരം എന്ന് പറയുന്നത്. സോ V മൈനസ് എഫ്. IF ഈസ് V മൈനസ് എഫ്. സോ V മൈനസ് എഫ് ഡിവൈഡഡ് ബൈ BF. BF എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ് ആണ്, സ്മോൾ എഫ് ആണ്. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും LHSകൾ കമ്പാരിസൺ നടത്തുക. LHSൽ ഇവിടെ IM വന്നിട്ടുണ്ട്, ഇവിടെയും IM വന്നിട്ടുണ്ട്. താഴെ ഇവിടെ OA ആണ്, ഇവിടെ BD ആണ്. OAയും BDയും കൂടെ ഒന്ന് കമ്പാരിസൺ നടത്താം. ഈ റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണ്. അതായത് ഇവ രണ്ടും പാരലൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈനുകളാണ്. പാരലൽ ആയിട്ടുള്ള രണ്ട് സ്ട്രേറ്റ് ലൈനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നോർമൽസ് ആണ് OAയും BDയും. അങ്ങനെയുള്ള നോർമൽസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലേഴ്സ്, പാരലൽ ആയിട്ടുള്ള രണ്ട് സ്ട്രേറ്റ് ലൈനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലേഴ്സ് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ OA ഈക്വൽ ടു BD ആണ്. സോ OA ഈക്വൽ ടു BD. അപ്പോൾ ഈ ഇക്വേഷനിൽ BDക്ക് പകരം നമുക്ക് OA കൊടുക്കാം. ഓൾറെഡി ഇവിടുത്തെ ഡിനോമിനേറ്റർ OA ആണ്, ഇവിടുത്തെയും ഡിനോമിനേറ്റർ OAക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും LHSകൾ ഈക്വൽ ആണ്. ആൻഡ് ദെയർഫോർ അവയുടെ RHSകളും ഈക്വൽ ആവണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ RHS V/U ആണ്. V/U ഷുഡ് ബി ഈക്വൽ ടു ഇവിടുത്തെ RHS V മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ആണ്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു V/F മൈനസ് F/F. ദാറ്റ് ഈസ് V/U is equal to V/F minus F/F is 1. V/F minus 1. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ ഇക്വേഷൻ്റെ LHSനെയും RHSനെയും മുഴുവനായിട്ടും V കൊണ്ട് ഹരിക്കുക. ഡിവൈഡ് ബൈ V കൊണ്ട് ഹരിക്കുക. V കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്താ? ഈ ഭാഗത്തിന് V കൊണ്ട് ഹരിക്കുമ്പോൾ V/U ഇൻറ്റു 1/V. അപ്പോൾ Vയും Vയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് 1/U ഈക്വൽ ടു ഈ ടേമിനെ V കൊണ്ട് ഹരിക്കുമ്പോൾ Vയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരിക 1/F മൈനസ് ഈ ടേമിനെ V കൊണ്ട് ഹരിക്കുമ്പോൾ V വരും, 1/V വരും. ഈ ടേമിനെ V കൊണ്ട് ഹരിക്കുമ്പോൾ 1/V വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ കേസിൽ ഈ റിലേഷൻഷിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ V ഇപ്പുറത്തേക്ക് എടുക്കുക, F ഇവിടെ തന്നെ വയ്ക്കും. അപ്പോൾ എന്താണ് ഇക്വേഷൻ മാറ്റം വരിക നോക്കാം. 1/F is equal to 1/F.
എഫിന് ഈ ടേമിനെ അവിടെ തന്നെ വെച്ചു, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു -1/v എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +1/v ആയി മാറും. സോ +1/u 1/u + 1/u ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1/v ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +1/v + 1/u = 1/f വരും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. സൈൻ കൺവെൻഷൻ അനുസരിച്ച് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ നെഗറ്റീവുമാണ്. ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എഫ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ മാറ്റമൊന്നും വരുത്താനില്ല. വി എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്നും വലത്തോട്ടാണ് എടുത്തിരിക്കുന്നത്. വി ഇമേജിലേക്കുള്ള ദൂരമാണ്. ഇമേജ് വലത്തുവശത്താണ് കിടക്കുന്നത്. വലത്തോട്ട് എടുത്തിരിക്കുന്ന ദൂരം പോസിറ്റീവാണ് ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്നും. അപ്പോൾ വി പോസിറ്റീവാണ്. യു ആകട്ടെ ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്നും ഇടത്തോട്ടാണ്, ഇടതുവശത്താണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇടത്തോട്ടാണ് അളന്നിരിക്കുന്നത്. ഇടത്തോട്ട് അളക്കുന്ന ഡിസ്റ്റൻസുകൾ, ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഇടത്തോട്ട് അളക്കുന്ന ഡിസ്റ്റൻസുകൾ നെഗറ്റീവ് ആയതുകൊണ്ട് യു നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് വരും. അതുകൊണ്ട് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും: 1/f = 1/v - 1/u. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു കൃത്രിമത്വം, മായം ചേർത്തതാണ്. യഥാർത്ഥത്തിൽ കോൺവെക്സ് ലെൻസ് ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ കേസിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ബന്ധം ഇതാണ്, ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു മായം, കൃത്രിമത്വം ചേർത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അതെന്തിനാണ് അതിനൊരു മോഡിഫിക്കേഷൻ വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺവെക്സ് ലെൻസ് ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഡെറിവേഷൻ നടത്തിയത്. ഇതേ കോൺവെക്സ് ലെൻസിന് വേണമെങ്കിൽ വെർച്വൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. ആ കേസിലും ഇതേപോലെ ഡെറിവേഷൻ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കും. ആ ഇക്വേഷൻ ഇതുപോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതേപോലെ കോൺകേവ് ലെൻസ് എപ്പോഴും വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കേസിലും ഇതേപോലത്തെ ഡെറിവേഷൻ നടത്തി കഴിഞ്ഞാൽ എഫും വിയും യുവും തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടും. അത് മൂന്നാമതൊരു ഇക്വേഷനാണ് കിട്ടുക. എന്ന് വെച്ചാൽ 3 ഡിഫറൻറ്റ് കേസുകളുണ്ട് ലെൻസ് ഇമേജ് ഫോർമേഷൻ നടത്തുന്ന: കോൺവെക്സ് ലെൻസ് ഫോമിംഗ് റിയൽ ഇമേജ്, കോൺവെക്സ് ലെൻസ് ഫോമിംഗ് വെർച്വൽ ഇമേജ് ആൻഡ് കോൺകേവ് ലെൻസ് ഫോമിംഗ് വെർച്വൽ ഇമേജ്. ഈ 3 കേസിലും യുവും വിയും എഫും തമ്മിൽ വ്യത്യസ്ത റിലേഷൻഷിപ്പുകളാണ് കിട്ടുക. എന്നാൽ ആ 3 റിലേഷൻഷിപ്പുകളിലും നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവയെല്ലാം ഈ ഒരു ഫോമിലേക്ക് മാറും. 1/f = 1/v - 1/u എന്നുള്ള ഫോമിലേക്ക് മാറും. അങ്ങനെ ആ കാര്യങ്ങൾ വിശദമായിട്ട്, ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരേ ഫോമിലേക്ക് വ്യത്യസ്ത ഇക്വേഷനുകളെ ഒരേ ഫോമിൽ, വ്യത്യസ്ത കേസുകളിലുള്ള വ്യത്യസ്ത ഇക്വേഷനുകളെ ഒരേ ഫോമിലേക്ക് കൊണ്ടുവരാനാണ് സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തിൻ ലെൻസ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് വിയും യുവും നമുക്കറിയാം, എഫ് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കേസിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിക്കും യുവിനും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി ന്യൂമറിക്കൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. എന്നാലേ ഈ ഫോം ഇതിലേക്ക് തിരിച്ചു വരികയുള്ളൂ, യഥാർത്ഥ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വരികയുള്ളൂ. ഓക്കെ, നമ്മളിനി ലീനിയർ മാഗ്നിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് ലെൻസസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. സൈസ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. അതായത് ഇമേജിൻ്റെ ലെങ്ത്തിനെ ഓബ്ജക്റ്റിൻ്റെ ലെങ്ത്തുമായി താരതമ്യം ചെയ്യുന്ന റേഷ്യോ ആണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ലെൻസിൻ്റെ കേസിലും അത് അങ്ങനെ തന്നെയാണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഈ കേസിൽ h2/h1. ഈ കേസിൽ ഇമേജിൻ്റെ ഹൈറ്റ് h2 ആണ്, ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് h1 ആണ്. അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് ലെൻസിൻ്റെ കേസിൽ, മിററിൻ്റെ കേസിലെ പോലെ തന്നെ പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം. ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ഈ കേസിൽ ഒന്ന് കണ്ടുപിടിക്കാൻ പോകണം. h2/h1 നോക്കുക. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ അനുസരിച്ച് ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ. നമ്മൾ h2/h1 ഒന്ന് ഈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. h2/h1, h2 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ, നമ്മുടെ ട്രയാങ്കിൾ IMBയിലെ ഒരു വശമാണ് h2. അതിന് സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ട്രയാങ്കിൾ OAB. അപ്പം ഈ ട്രയാങ്കിളും സിമിലർ ആണ്, നമ്മൾ മുമ്പേ കണ്ടതാണ്. ആ സിമിലർ ട്രയാങ്കിളുകളിലെ കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് h2/h1. അത് അതേ ട്രയാങ്കിളിലെ മറ്റ് കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോകൾക്കും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ h2/h1 എന്ന് പറയുന്നത് BI ഡിവൈഡഡ് ബൈ BO ക്ക് ഈക്വൽ ആണ്. BIക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്രയാങ്കിളിലുള്ള സൈഡാണ് BO. സോ h2/h1 ഈക്വൽ ടു BI ഡിവൈഡഡ് ബൈ BO. നൗ വാട്ട് ഈസ് BI? BI എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ അതിനെ V എന്നാണ് കൊടുത്തിരുന്നത്. സോ BIക്ക് പകരം V എന്ന് കൊടുക്കാം.
ഡിവൈഡഡ് ബൈ BO എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, നമ്മളതിനെ U എന്നാണ് വിളിക്കുന്നത്. സോ BOയ്ക്ക് പകരം U എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ H2/H1 ഇക്വേഷൻ കിട്ടി. H2/H1 ഈക്വൽ ടു V/U. ഇനി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. H2 നെഗറ്റീവ് ആണ്, H1 പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്ത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ H2 നെഗറ്റീവ് വരും, H1 പോസിറ്റീവ് ആണ്. സോ -H2/H1 ആണ് ഇടത്തുവശത്ത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി വലത്തുവശത്തും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. V വലത്തോട്ടാണ്, U ഇടത്തോട്ടാണ്. അതുകൊണ്ട് ഇവിടെയും ഒരു നെഗറ്റീവ് സൈൻ, ഇവിടെ നെഗറ്റീവ് സൈൻ വരും, നമ്മൾ അതിനെ മുകളിലിടുന്നു. സോ H2/H1 ഈക്വൽ ടു -V/U. ഈ നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് H2/H1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് H2/H1 ഇസ് ഈക്വൽ ടു V/U എന്ന് വരും. പക്ഷേ H2/H1 എന്ന് പറയുന്നത് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ആണ്. അപ്പോൾ H2/H1 സ്ഥാനത്ത് ലീനിയർ മാഗ്നിഫിക്കേഷൻ M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് M ഇസ് ഈക്വൽ ടു V/U ആഫ്റ്റർ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത ശേഷം കോൺവെക്സ് ലെൻസ് ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ കേസിൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M ഈക്വൽ ടു V/U. ഇതേപോലെ കോൺവെക്സ് ലെൻസ് ഫോമിംഗ് വെർച്വൽ ഇമേജ് ഉണ്ട്, കോൺകേവ് ലെൻസ് ഫോമിംഗ് വെർച്വൽ ഇമേജ് ഉണ്ട്. ആ രണ്ട് കേസിലും കൂടി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V/U തന്നെ കിട്ടും ആഫ്റ്റർ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ. ഒരിക്കൽ കൂടി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വിയുടെയും യുവിൻ്റെയും സൈൻ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യണം. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത് ഒരേ രൂപത്തിൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു കൃത്രിമത്വമാണ്, അത് നമ്മൾ ഇല്ലാതാക്കണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, എന്നാലേ കറക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് എത്തുകയുള്ളൂ. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് 2 എന്നാണ്. എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാൾ 2 ടൈംസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാൾ കൂടുതലാണെന്നാണ് അർത്ഥം. ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമേജ് ഓബ്ജക്റ്റ് നേരെ നിൽക്കുന്നതാണെങ്കിൽ ഇമേജ് തല കീഴായിട്ടാണ് നിൽക്കുന്നതെന്നാണ്. ഈ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് സൈൻ വരിക. ഓക്കെ, നമ്മളിനി പവർ ഓഫ് എ ലെൻസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ സാധാരണ ഉപയോഗിക്കുന്ന പവറിൻ്റെ അർത്ഥമല്ല അവിടെ. പവർ എന്ന് വെച്ചാൽ ഫിസിക്സിൽ വർക്ക് ബൈ ടൈമാണ് പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്സിൽ എനർജി ബൈ ടൈമിനെയാണ്, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈമിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. ലെൻസുകളുടെ കേസിൽ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ കേസിൽ പവർ എന്ന് പറഞ്ഞാൽ അതല്ല. അത് അവ എന്തിനാണോ ഉപയോഗിക്കുന്നത് അത് ചെയ്യാനുള്ള കഴിവിൻ്റെ അളവുകോലാണ്. ഉദാഹരണത്തിന് ഒരു കോൺവെക്സ് ലെൻസ് ലൈറ്റിനെ കൺവേർജ് ചെയ്യുന്ന ലെൻസാണ്. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായി കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റിനെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യിക്കുന്ന ലെൻസാണ്, അടുപ്പിക്കുന്ന ലെൻസാണ് ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് നന്നായി അടുപ്പിക്കാൻ കഴിവുള്ള ലെൻസ് ആണെങ്കിൽ അതിൻ്റെ പവർ കൂടുതലാണെന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ ലെൻസ് നോക്കുക, ഇതേ റേ ഓഫ് ലൈറ്റ് മറ്റൊരു ലെൻസിലേക്ക് പതിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ദൂരെ പോയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഈ കേസിൽ രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, ആദ്യത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F1 ആണെങ്കിൽ അത് ചെറിയൊരു വാല്യൂ ആണ്. രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് F2 ആണെങ്കിൽ അത് കുറച്ചും കൂടെ വലിയൊരു വാല്യൂ ആണ്. ഒരു ലെൻസ് എന്നുള്ള നിലയിൽ ഈ രണ്ട് പേരിൽ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇയാളാണ് മെച്ചപ്പെട്ടത്. കാരണം ലെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ ലൈറ്റിനെ ബെൻഡ് ചെയ്യിക്കാനാണ്. ഇയാൾ ലൈറ്റിനെ നന്നായി ബെൻഡ് ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ തൊട്ടടുത്ത പ്രിൻസിപ്പൽ ഫോക്കസിൽ പോയി കൺവേർട്ട് ചെയ്തത്. ഇയാൾക്ക് അത്രയും ബെൻഡ് ചെയ്യിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇയാൾ കുറച്ചും കൂടെ ദൂരെയുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് ലെൻസിനാണോ ഫോക്കൽ ലെങ്ത് കൂടിയിരിക്കുന്നത് അയാൾ ലെൻസ് എന്നുള്ള നിലയ്ക്ക് അത്ര വിജയമല്ല. ഏത് ലെൻസിനാണോ ഫോക്കൽ ലെങ്ത് കുറഞ്ഞിരിക്കുന്നത് അയാൾ ഒരു ലെൻസ് എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ കഴിവുള്ള ആളാണ്. ഈ കഴിവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം ആർക്കാണോ ഫോക്കൽ ലെങ്ത് കൂടിയിരിക്കുന്നത് അയാൾക്ക് പവർ കുറവായിരിക്കണം, ആർക്കാണോ ഫോക്കൽ ലെങ്ത് കുറഞ്ഞിരിക്കുന്നത് അയാൾക്ക് പവർ കൂടുതലായിരിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പവർ ഓഫ് എ ലെൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പവർ ഓഫ് എ ലെൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് പവർ. ഓഫ് കോഴ്സ് നമ്മളിത് കണ്ടുപിടിക്കുന്ന സമയത്ത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കണം, കോൺകേവ് ലെൻസ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവർ എപ്പോഴും
ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലേക്ക് ആയിരിക്കണം. സെൻറ്റിമീറ്റർ ഒക്കെയാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് മീറ്ററിലേക്ക് മാറ്റിയിരിക്കണം. അതുകൊണ്ട് പവറിൻ്റെ യൂണിറ്റ് എഴുതുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് മീറ്ററിലേക്ക് മാറ്റിയതിൻ്റെ യൂണിറ്റാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് 1/മീറ്റർ വരും. എന്ന് വെച്ചാൽ മീറ്റർ ഇൻവേഴ്സ് ആണ് പവറിൻ്റെ യൂണിറ്റ്. മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പവർ ഓഫ് എ ലെൻസ് ആവുന്ന കേസിൽ ഡയോപ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഡയോപ്റ്റർ. സോ വാട്ട് ഈസ് 1 ഡയോപ്റ്റർ? ഇവിടെ എപ്പോഴാണ് 1 ഡയോപ്റ്റർ കിട്ടുക? പവർ ഈക്വൽ ടു 1 ഡയോപ്റ്റർ നമുക്ക് കിട്ടുക ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ. അതായത് 1 മീറ്റർ, പോസിറ്റീവ് 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള, എന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസ് ആണ്. പോസിറ്റീവ് 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവറിനെയാണ് 1 ഡയോപ്റ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി ലെൻസ് കോമ്പിനേഷനുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഡയഗ്രത്തിൽ 2 കോൺവെക്സ് ലെൻസുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ട്. അവയ്ക്കിടയിൽ ഉള്ള സ്ഥലത്ത് എയർ ഒന്നുമില്ല, വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ 2 ലെൻസുകളും കിടക്കുന്നത്. ഇത്രയും ഭാഗത്ത് എയർ ഒന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. ആദ്യത്തെ ലെൻസ് L1, അതിൻ്റെ ഫോക്കൽ ലെങ്ത് F1, രണ്ടാമത്തെ ലെൻസ് L2, അതിൻ്റെ ഫോക്കൽ ലെങ്ത് F2. 2 ലെൻസുകളുടെയും കൂടെ കോമൺ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഈ വരച്ചിരിക്കുന്നതായിരിക്കും. B1 ഉം B2 ഉം ആദ്യത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും ഓപ്റ്റിക്കൽ സെൻറ്റേഴ്സ് വീതമാണ്. ഈ O എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആണ്, വളരെ ചെറിയൊരു ഓബ്ജക്റ്റ് ആണ്. അതിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസുമായി ചരിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തട്ടിയ ശേഷം അത് റിഫ്രാക്ഷന് വിധേയമായി ഇങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിക്കും. ഇതിൻ്റെ ഇപ്പുറത്തേക്കും ഇതേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ലെൻസ് തന്നെയാണെങ്കിൽ ലൈറ്റിന് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല, അത് ഒരേ മീഡിയത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യും. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത റേ ഓഫ് ലൈറ്റ് രണ്ടാമത്തെ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത റേ ഓഫ് ലൈറ്റ് രണ്ടാമത്തെ ലെൻസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരിക്കൽ കൂടി ബെൻഡ് ചെയ്തിട്ട് ഫൈനൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇവിടെയായിട്ട് ഫൈനൽ ഇമേജ് ഫോം ചെയ്യും. എന്നാൽ രണ്ടാമത്തെ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ റേ ഓഫ് ലൈറ്റ് ഏകദേശം, ഇനി വരയ്ക്കുന്നത് പൂർണ്ണമായും എക്സാക്റ്റ് ആയിട്ട് ഈ റേ ഓഫ് ലൈറ്റ് സഞ്ചരിക്കുന്ന ദിശയല്ല, ചെറിയൊരു അപ്രോക്സിമേഷൻ വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഒരു ബെൻഡിങ് കൂടെ നടക്കും. ഇവിടെ വെച്ചിട്ട് ഒരു ബെൻഡിങ് കൂടെ നടന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ടാണ് പോവുക. അതിന് ഞാനൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ലെൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തതാ. ഈ ബെൻഡിങ് ഉണ്ടാവില്ല, രണ്ടാമത്തെ ലെൻസ് കാരണമാണ് ഈ ഒരു ബെൻഡിങ് വന്നത്. അതില്ലാതെ ലൈറ്റ് നേരെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു ഇമേജ് ഫോർമേഷൻ നടക്കുമായിരുന്നത് ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ ആകുമായിരുന്നു ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക. പക്ഷേ ഈ റേ ഓഫ് ലൈറ്റ് രണ്ടാമത്തെ ലെൻസ് കൂടി ഉള്ളത് കൊണ്ട് ഈ റേ ഓഫ് ലൈറ്റിന് ഒരു ബെൻഡിങ് കൂടി സംഭവിച്ച് യഥാർത്ഥ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഐയിലാണ്. ക്ലിയർ? ഇനി ആദ്യത്തെ ഈ കേസിൽ ഡിസ്റ്റൻസ് എവിടെ നിന്ന് അളക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓപ്റ്റിക്കൽ സെൻറ്ററുകളുണ്ട്. ഈ 2 ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഏത് നടന്നാലും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ഓപ്റ്റിക്കൽ സെൻറ്റേഴ്സ് വളരെ അടുത്താണ്, വളരെ തിൻ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ 2 ലെൻസുകളുടെയും ഇടയിലുള്ള ഈ പോയിന്റിൽ നിന്നാണ് ഡിസ്റ്റൻസുകളൊക്കെ അളക്കുന്നത് വിചാരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസുകളും അളക്കുന്നത്. നമ്മൾ ആ പോയിന്റിന് ബി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസുകളും അളക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെൻസിൻ്റെ കേസിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ ലെൻസിൻ്റെ കേസിൽ L1നെ സംബന്ധിച്ചോളം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ U ആണെന്ന് വിചാരിക്കും. ആദ്യത്തെ ലെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇമേജ് ഐഡാഷിലാണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ലെൻസ് മാത്രമായിരുന്നെങ്കിൽ ആദ്യത്തെ ലെൻസിൻ്റെ മാത്രം ഇമേജ് ഡിസ്റ്റൻസ് ഇത്രയും വരും. നമുക്കതിനെ V1 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലെൻസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത തിൻ ലെൻസ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാം. 1/f1 is equal to -1/u plus 1/v1 -1/u plus 1/v1. ഇതാണ് ആദ്യത്തെ ലെൻസിൻ്റെ കേസിലുള്ള തിൻ ലെൻസ് ഫോർമുല വരിക. പക്ഷേ രണ്ടാമത്തെ ലെൻസ് ഉണ്ട്, ആദ്യത്തെ ലെൻസ് മാത്രമല്ല രണ്ടാമത്തെ ലെൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ റിഫ്രാക്ഷനും കൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഐഡേഷനെ ഈ ഇമേജ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെർച്വൽ ഓബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാം എന്ന് ഈ ലെൻസിൻ്റെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഡെറിവേഷനിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇതൊരു റിയൽ ഇമേജ് ആണെങ്കിൽ
ഈ റിയൽ ഇമേജിന് കാരണക്കാരനായിട്ട് ഒരു റിയൽ ഓബ്ജക്റ്റ് ഇപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിയൽ ഇമേജിന് കാരണക്കാരനായി ആ ഇമേജ് കിടക്കുന്ന അതേ വശത്ത് തന്നെ ഒരു വെർച്വൽ ഓബ്ജക്റ്റും ഉണ്ട്. ആ വെർച്വൽ ഓബ്ജക്റ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഐ ഡാഷ് ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഐയിലേക്കുള്ള ദൂരമാണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ദൂരമാണ്. അതിനെ നമുക്ക് വി എന്ന് വിളിക്കാം. പക്ഷേ രണ്ടാമത്തെ ലെൻസിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഐ ഡാഷ് ആണ്. വെർച്വൽ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഐ ഡാഷ് ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ ലെൻസിന്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു. രണ്ടാമത്തെ ലെൻസിന്റെ കേസിലുള്ള ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് V1 ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെൻസിന്റെ കേസിൽ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ 1/f2 ഇസ് ഈക്വൽ ടു -1 ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് വരേണ്ടത്. ഇയാളുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതാണ് ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വെർച്വൽ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 1/u സ്ഥാനത്ത് അയാൾക്ക് വരിക -1/v1 വരും. പ്ലസ് ഇയാളുടെ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് v വരും. സോ പ്ലസ് 1/v. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 ആണെന്നും ഇപ്പോഴത്തെ ഇക്വേഷൻ നമ്പർ 2 ആണെന്നും വിചാരിക്കും. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്യുക. 1 + 2 gives ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 gives രണ്ടിൻ്റെ LHSകൾ തമ്മിൽ ആഡ് ചെയ്യുക. 1/f1 + 1/f2 ഇസ് ഈക്വൽ ടു ഇവ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്ലസ് 1/v1 ഉണ്ട്, ഇവിടെ -1/v1 ഉണ്ട്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ -1/u + 1/v ആണ് ബാക്കി ഉണ്ടാവുക. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ രണ്ട് ലെൻസുകളുടെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് എന്താണ്? ഈ രണ്ട് ലെൻസുകളുടെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ഓബ്ജക്റ്റ് വെച്ചപ്പോൾ ഐയിൽ ഫൈനൽ ഇമേജ് ഫോം ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ രണ്ട് ലെൻസുകളും കൂടെ ചെയ്തത്. അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടെത്തിയെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഈ രണ്ട് ലെൻസുകളെയും എടുത്തു മാറ്റിയിട്ട് പകരം അതിൻ്റെ സ്ഥാനത്ത് എൽ എന്ന് പറയുന്ന ഈ പുതിയ കോൺവെക്സ് ലെൻസ് വെച്ചപ്പോൾ ആ കോൺവെക്സ് ലെൻസ് ഐയിൽ തന്നെ ഇമേജിനെ ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഓബ്ജക്റ്റ് ഒയിൽ തന്നെ കിടക്കുന്നു, ആ സിംഗിൾ കോൺവെക്സ് ലെൻസും ഐയിൽ ഇമേജ് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലെൻസുകളെയും എടുത്തു മാറ്റുക. എന്നിട്ട് രണ്ടിനും പകരം ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസ് കൊണ്ടുവയ്ക്കുക. ആ സിംഗിൾ കോൺവെക്സ് ലെൻസ് ആണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഈ രണ്ടെണ്ണത്തിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന രണ്ടെണ്ണത്തിന് പകരം ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസ് കൊണ്ടുപോയി വയ്ക്കുക. ആ സിംഗിൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഡയഗ്രത്തിൽ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനവും ഇമേജിൻ്റെ സ്ഥാനവും മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് പേരും കൂടെ ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെയാണോ ഫോം ചെയ്തത് അതേ പോയിന്റ് തന്നെയാണ് അതേ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് അതേ സ്ഥാനത്ത് വെക്കുമ്പോൾ ഈ ലെൻസും ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലെൻസിനെ നേരത്തെ വരച്ചിരിക്കുന്ന രണ്ട് ലെൻസുകളുടെയും കൂടെ ഈക്വലൻ്റ് ലെൻസ് എന്ന് വിളിക്കാം. അവയുടെ രണ്ടിൻ്റെയും കൂടെ അതേ ഇഫക്റ്റ് തരുന്ന ലെൻസ് എന്നുള്ള അർത്ഥത്തിൽ ഈക്വലൻ്റ് ലെൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെൻസ് എന്നൊക്കെ വിളിക്കാം. അതേപോലെ തന്നെ ഈ പുതിയ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ ഈ രണ്ട് പേരുടെയും നേരത്തെ വരച്ചിരുന്ന രണ്ട് പേരുടെയും കൂടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഈക്വലൻ്റ് ഫോക്കൽ ലെങ്ത് എന്നും വിളിക്കാം. ഈ ഈക്വലൻ്റ് ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഈ ഡയഗ്രത്തിൽ നിങ്ങൾ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? ഈ സിംഗിൾ ലെൻസിനെ സംബന്ധിച്ചോളം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആണ്. ഈ സിംഗിൾ ലെൻസിനെ സംബന്ധിച്ചോളം ഇമേജ് ഇതാണ്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന വി ആണ്. അപ്പോൾ ഇതിന് ഈ ഡെറിവേഷനിൽ ഇനി ബാക്കിയുള്ള ഭാഗത്തിൽ ഈ ഡിസ്റ്റൻസിന് മാറ്റുന്ന ഡിസ്റ്റൻസിന് പ്രാധാന്യമില്ല. ഇനി നിങ്ങൾ ഈ കേസിൽ ഈ സിംഗിൾ ലെൻസിൻ്റെ കേസിൽ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യൂ. 1/F ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F എന്നാണ് എടുത്തിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു -1/u + 1/v. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണെന്ന് വിചാരിക്കും. ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം കൂടി താരതമ്യം ചെയ്താൽ RHS രണ്ടിനും സെയിം ആണ്. അതുകൊണ്ട് LHSും സെയിം ആണ്. ദാറ്റ് ഈസ് 1/F ഇസ് ഈക്വൽ ടു LHSും ഈക്വൽ ആണ്. 1/F ഇസ് ഈക്വൽ ടു 1/F1 + 1/F2. അതായത് രണ്ട് ലെൻസുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/F = 1/F1 + 1/F2. ഈ F1ഉം F2ഉം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെൻസുകളുടെ ഫോക്കൽ ലെങ്ത്തുകളാണ്. ഇനി രണ്ട് ലെൻസുകളിൽ ഒന്ന് കോൺകേവ് ആണ്. ഉദാഹരണത്തിന് രണ്ടാമത്തെ ലെൻസ് F2 കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ F2 നെഗറ്റീവ് വരും. എന്നുവെച്ചാൽ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും കോമ്പിനേഷനും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി കോൺകേവ് ലെൻസുകളുടെ കോമ്പിനേഷനും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം എന്നർത്ഥം. സൈൻ കൺവെൻഷൻ അനുസരിച്ച് F1ൻ്റെയും F2ൻ്റെയും സൈൻ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ. ഇനി നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് പവർ ഓഫ് എ ലെൻസ് എന്താണെന്നുള്ളത്. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്തിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്.
അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ 1/f1 എന്ന് പറയുന്നത് നേരത്തെ വരച്ച രണ്ട് ലെൻസുകളിൽ ആദ്യത്തതിൻ്റെ പവറാണ്, നമുക്കതിനെ P1 എന്ന് വിളിക്കാം. അതേപോലെ 1/f2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെൻസിൻ്റെ പവറാണ്, നമുക്കതിനെ P2 എന്ന് വിളിക്കാം. 1/f എന്ന് പറയുന്നത് ഈ ഈക്വലൻ്റ് ലെൻസിൻ്റെ പവറാണ്. അപ്പോൾ ലെൻസുകൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പവറുകൾ തമ്മിൽ ആഡ് ചെയ്യപ്പെടും. കോൺവെക്സ് ലെൻസുകളാണെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് മാഗ്നിഫിക്കേഷൻ ബൈ എ ലെൻസ് അതിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. M=V/U. സൈസ് ഓഫ് ദി ഇമേജ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ് ബൈ ഡെഫിനിഷൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ലെൻസുകളുടെ കേസിൽ V/U സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത ശേഷം സൈസ് ഓഫ് ദി ഇമേജ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ഈക്വൽ ടു V/U എന്ന് കിട്ടുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഒന്നിലധികം ലെൻസുകളുടെ കോമ്പിനേഷൻ്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ട് കോൺവെക്സ് ലെൻസുകളാണ് എടുത്തിരിക്കുന്നത്. L1 ആൻഡ് L2 രണ്ട് കോൺവെക്സ് ലെൻസുകളാണ്. ഈ രണ്ട് കോൺവെക്സ് ലെൻസുകളും ഇപ്പോൾ വെച്ചിരിക്കുന്നത് അവയുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഒന്നായി ഒരു കോമൺ പ്രിൻസിപ്പൽ ആക്സിസ് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ട് ലെൻസുകളും വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് രണ്ടാമത്തെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് ഈ രണ്ട് ലെൻസുകൾ ഇപ്പം വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് F1, രണ്ടാമത്തെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് F2. ആദ്യത്തെ ലെൻസിൻ്റെ മുമ്പിലായിട്ട് H1 ഹൈറ്റുള്ള ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഓബ്ജക്റ്റ്. അത് ഒരു റിയൽ ഇമേജിനെ അപ്പുറത്ത് ഫോം ചെയ്യുന്നു. ഈ കോൺവെക്സ് ലെൻസ് ഒരു റിയൽ ഇമേജിനെ ഇപ്പുറത്ത് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഹൈറ്റാണ് H2. അപ്പോൾ ആ റിയൽ ഇമേജ് ഫോർമേഷന് വേണ്ടി എടുത്തിരിക്കുന്ന രണ്ട് റേസ് ഓഫ് ലൈറ്റ്, ഒന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പതിക്കുന്ന റേ ഓഫ് ലൈറ്റ്, അത് റിഫ്രാക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തത് ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ്, അത് വിത്തൗട്ട് എനി ഡീവിയേഷൻ പ്രൊസീഡ് ചെയ്യുന്നു. ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഓബ്ജക്റ്റിൻ്റെ ടിപ്പിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള പോയിന്റുകളിൽ നിന്ന് പുറപ്പെടുന്ന ഇത്തരം രണ്ട് റേസ് ഓഫ് ലൈറ്റുകളുടെ മീറ്റിംഗ് പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ ബാക്കിയുള്ള പോയിന്റുകളിൽ അവ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ലെൻസ് ഫോം ചെയ്യുന്ന H2 എന്ന് പറയുന്ന റിയൽ ഇമേജ് കിട്ടും. ഒരു കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന റിയൽ ഇമേജിന് മറ്റൊരു ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു വസ്തു ഒരു ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് വീണ്ടും ലൈറ്റ് മുമ്പോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ റിയൽ ഓബ്ജക്റ്റ് ഫോം ചെയ്യാൻ കാരണക്കാരനായ റേസ് ഓഫ് ലൈറ്റ് വീണ്ടും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അത് ഇവിടെ ഒന്നും അവസാനിക്കല്ല, അത് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അത്തരം റേസ് ഓഫ് ലൈറ്റിൽ കുറേ എണ്ണം ഈ ലെൻസിൽ പോയി പതിക്കുന്നുണ്ട്. അങ്ങനത്തെ രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ് ഇതിൻ്റെ ടിപ്പിൽ നിന്ന്, യഥാർത്ഥത്തിൽ ഈ റേ ഓഫ് ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടുന്ന റേസ് ഓഫ് ലൈറ്റ് ഈ ലെൻസിലൂടെ കടന്നു പോയ ശേഷം മുന്നോട്ട് പോകുന്ന റേസ് ഓഫ് ലൈറ്റിൽ ഒരെണ്ണമാണ്. അങ്ങനത്തെ ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ നേരെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ലെൻസിലെത്തുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് പതിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു. അതേപോലെ ഇവിടുന്ന് പുറപ്പെടുന്ന മറ്റേതോ റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ഈ ഇമേജ് ഫോർമേഷൻ നടത്തി വീണ്ടും അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്ററിന് നേരെ പ്രൊസീഡ് ചെയ്യുന്നു. അത്തരം ഒരു റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ഡീവിയേഷൻ ഒന്നും കൂടാതെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് റേസ് ഓഫ് ലൈറ്റ് ഈ ഓബ്ജക്റ്റിൽ നിന്ന്, ഈ ഇമേജിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കണക്കാക്കാം. എന്നുവെച്ചാൽ ഈ ഇമേജ് ഈ ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈ ഇമേജിൻ്റെ, ആദ്യത്തെ ലെൻസ് ഫോം ചെയ്ത ഇമേജിൻ്റെ ടിപ്പിൻ്റെ ഇമേജ് ആയിട്ട് രണ്ടാമത്തെ ലെൻസ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ലെൻസ് ഫോം ചെയ്ത ഇമേജ് ഇയാളുടെ ഓബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ആ ഓബ്ജക്റ്റിൻ്റെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓബ്ജക്റ്റാണ്, ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാവുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് H3 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ M1 ആണെന്ന് വിചാരിക്കുക. M1 is equal to ആദ്യത്തെ ലെൻസിൻ്റെ ഇമേജ് ഹൈറ്റ് H2 ആണ്, ഡിവൈഡഡ് ബൈ ആദ്യത്തെ ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ഹൈറ്റ് H1 ആണ്. ആൻഡ് therefore H2 is equal to M1 into H1. ഇതാണ് ആദ്യത്തെ ലെൻസ് ഫോം ചെയ്ത ഇമേജിൻ്റെ ഹൈറ്റ്. H2 equal to M1 into H1. ഈ ഇമേജ് ആണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ H2 ഹൈറ്റുള്ള ഒരു ഓബ്ജക്റ്റ് വെച്ചപ്പോൾ ഈ ലെൻസ് H3 ഹൈറ്റുള്ള ഒരു ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ M2 ആണെങ്കിൽ M2 is equal to, രണ്ടാമത്തെ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ M2 ആണെങ്കിൽ M2 is equal to H3 by, അയാളുടെ ഇമേജിൻ്റെ ഹൈറ്റ് H3 ആണ്, അയാളുടെ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് H2 ആണ്. സോ H3 by H2 ഓർ നമ്മൾ ഈ M2ന് H3ക്ക് പകരം M2 into H2 എന്ന് എഴുതാം. M2 into H2 എന്ന് എഴുതാം. ഇനി H2ന് പകരം ഇതിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is equal to, this is equal to M2 into H2ന് പകരം M1 into H1. M2 into M1 into H1. സോ ഈ രണ്ടാമത്തെ ലെൻസ് ഫോം ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ ഹൈറ്റ് H3 എന്ന് പറയുന്നത്
H3 is equal to M1 into M2 into H1. M1 into M2 into M1 into M2 into H1. M1 into M2 into H1. So what is the combined magnification produced by these two lenses? ഈ രണ്ട് ലെൻസുകളും കൂടെ എത്ര കമ്പൈൻഡ് മാഗ്നിഫിക്കേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ ഫൈനൽ ഇമേജിൻ്റെ വലിപ്പം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഓബ്ജക്റ്റിൻ്റെ വലിപ്പം. അപ്പം അത് കിട്ടാൻ വേണ്ടി കമ്പൈൻഡ് മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു ഫൈനൽ ഇമേജിൻ്റെ വലിപ്പം H3 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഓബ്ജക്റ്റിൻ്റെ വലിപ്പം H1. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു H3ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക M1 ഇൻറ്റു M2 ഇൻറ്റു H1 ഡിവൈഡഡ് ബൈ H1. H1ഉം H1ഉം ക്യാൻസൽ ചെയ്തു പോയി. ദെയർഫോർ കമ്പൈൻഡ് മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു M1 ഇൻറ്റു M2. അപ്പോൾ ലെൻസുകളുടെ കമ്പൈൻഡ് മാഗ്നിഫിക്കേഷൻ ഇൻഡിവിജ്വൽ ലെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷനുകൾ തമ്മിൽ ഉള്ള പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടും. ഇനി കമ്പൈൻഡ് പവർ ആണെങ്കിലോ അത് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ട് പവർ ആഡ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് കിട്ടുക. കമ്പൈൻഡ് പവർ P ഈക്വൽ ടു P1 പ്ലസ് P2 എന്നാണ് കിട്ടുക. ഓക്കെ.